മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്കുക. ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്തൻ നായരാണോ എന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോ അനന്തൻ നായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ? ഒന്നും പേടിക്കാനില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകികളുടെയും പാദസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ ട്രെയിനിങ് കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചത്? മാഷേ, മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ടേ നിർബന്ധിച്ചായി ഗതിയിലാക്കിയത്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടിക്കൊല്ലാറുണ്ട്. ആ കോഴിച്ചോര കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും. ഓ, എപ്പോഴെങ്കിലും കോഴിയിറച്ചി തിന്നിട്ടുണ്ടോ? ധാരാളം. അപ്പോ തിന്നുമ്പോ അഹിംസാവാദമില്ല അല്ലേ? തിന്നുമ്പോഴും ഉണ്ട്. പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ മണം കേൾക്കുമ്പോ അറിയാണ്ട് തിന്നുപോകും. വാ, സാറ് കിടക്കാൻ നോക്ക്.